ഇന്ന് രാവിലെ മുതൽ നമ്മൾ ആശങ്കയുടെ വിള്ളലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാ വീണ്ടും കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയുടെ ഒരു ഭാഗത്ത് കുന്നിടിച്ച ഭാഗം വീണ്ടും ഇടിഞ്ഞു വീണിരിക്കുകയാണ്. പ്രദേശത്ത് അപകടം ചൂണ്ടിക്കാണിച്ച് ഇന്ന് രാവിലെ മുതൽ അവിടെയുള്ള നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വളരെ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് ആ സ്ഥലത്ത്. മഴ മാറി നിന്നിട്ടും ഇതാണ് സാഹചര്യം. ഫെലിക്സ് ആണ് അവിടെ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, വീണ്ടും വീണ്ടും മണ്ണിടിയുകയാണല്ലോ. അല്പം മുമ്പാണ് വീണ്ടും മണ്ണിടിഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ തവണ. ഏതായാലും ഇപ്പോഴും ഇനിയും വീണ്ടും അവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അതായത് രണ്ട് ഭാഗവും ഇടിഞ്ഞു പോയി. ഇനി ഒരു നടുക്ക്, അതായത് മധ്യത്തിൽ മാത്രം ഒരു ഭാഗം നിൽക്കുന്നു. അതും ഇടിഞ്ഞു വീഴാനുള്ള എല്ലാം സാധ്യതയുമുണ്ട്. അതായത് റോഡിനോട് ചേർന്നാണ് ഈ മണ്ണിടിഞ്ഞ് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ധാരാളമായി പോകുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ വലിയ ആശങ്ക യാത്രക്കാർക്കുണ്ട്, ഈ പ്രദേശവാസികൾക്കുണ്ട്. കാരണം ഈ മണ്ണൊക്കെ അടുത്ത മഴയിൽ നേരെ ചെന്ന് പോകുന്നത് ഈ റോഡിന് താഴെ വശത്തായുള്ള വീടുകളിലേക്കാണ്. ആ വീടുകളുടെ അവസ്ഥ നമ്മൾ നേരത്തെ നൽകിയതാണ്. ഏതായാലും ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വശത്തു നിന്നായി മണ്ണ് അല്പം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് അത് മുഴുവനായി ഇടിയുന്നൊരവസ്ഥയാണുള്ളത്. ഇന്നലെയും മണ്ണിടിഞ്ഞിരുന്നു. പക്ഷേ ഇന്നിതിപ്പോൾ നമ്മളുടെ കൺമുൻപിൽ വെച്ച് രണ്ടാമത്തെ തവണയാണ് മണ്ണ് ഇടിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് വലിയ ആശങ്ക ആളുകൾക്കുണ്ട്. നമുക്കറിയാം, ഷിരൂരിലെ അനുഭവം നമ്മുടെ മുൻപിലുള്ളതാണ്. അപ്പോൾ ഇത് ദേശീയപാതയാണ്. അതായത് തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂരേക്ക് പോകുന്ന വഴിയാണ്. അതിനിടയിലാണ് കുപ്പം എന്ന സ്ഥലം, തളിപ്പറമ്പിനോട് ചേർന്നുള്ള സ്ഥലം. അപ്പോൾ അവിടെയാണ് അല്പം മുമ്പ് കുന്നിങ്ങനെ, അതായത് ദേശീയപാതയ്ക്ക് വേണ്ടി കുന്നിടിച്ച സ്ഥലമാണ്. അവിടെയാണ് വീണ്ടും മണ്ണിങ്ങനെ ഇടിഞ്ഞ് വീണ അവസ്ഥയിലുള്ളത്. ഇപ്പോൾ വാഹനങ്ങൾ ധാരാളമായി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്ക ഏതായാലും ഇവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിനൊരു പരിഹാരം വേണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കളക്ടർ ഇവിടെ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ RDO അല്പസമയത്തിനകം ഇവിടെ എത്തും. RDOയും പ്രൊജക്ട് മാനേജറും ഇവിടെ എത്തും. അങ്ങനെ അവരൊരു പരിശോധന നടത്തി അടിയന്തര പരിഹാരം ഉണ്ടാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഇടിഞ്ഞു വീണ മണ്ണ് ഇങ്ങനെ കിടപ്പുണ്ട്. ഈ മണ്ണ് അടുത്ത മഴയിൽ റോഡിലേക്ക് വരും. അത് മറുവശത്തേക്ക് പോകും, അവിടെയുള്ള വീടുകളിലേക്ക് പോകും. അങ്ങനെ വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു എന്നതാണ്. മണ്ണിന്റെ പ്രത്യേകത, ഇത് കട്ടിയുള്ള മണ്ണല്ല, പശപശപ്പുള്ള മണ്ണാണ്. മാത്രമല്ല ബലം കുറഞ്ഞ മണ്ണാണ്. അതുകൊണ്ട് ഈ മണ്ണ് ഇവിടെ നിന്നും വളരെ വേഗം കൂടുതലായി ഇടിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മുകളിലൊരു റോഡായിരുന്നു. അതായത് നമ്മൾ ഇടിഞ്ഞു പോയ സ്ഥലം നോക്കിയാൽ മനസ്സിലാകും, അതൊരു റോഡാണ്. അതായത് സർവീസ് റോഡാക്കി മാറ്റാൻ തീരുമാനിച്ച സ്ഥലമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സർവീസ് റോഡാക്കി വെക്കാൻ വേണ്ടി വെച്ച സ്ഥലത്തെ നേരത്തെയുള്ള റോഡാണ്. ആ റോഡാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് വന്ന് പതിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ ആശങ്ക ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിലനിൽക്കുന്നു. എങ്ങനെയാണ്, അത് മാത്രമല്ല യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവഴി ഏത് സമയത്തും ഇത് ഇടിഞ്ഞു വീഴാം. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ വലിയ ആശങ്ക ഉണ്ടാകും. ദൃശ്യങ്ങൾ നമുക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതിങ്ങനെ ഇപ്പൊ ഫെലിക്സ് അവിടെ എത്തിയതിനു ശേഷം രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഈ കുന്ന് ഇടിഞ്ഞു വീഴുന്നത് കാണുന്നത്. അതിലൂടെ ആ സമയത്തൊക്കെ വാഹന ഗതാഗതം ഉണ്ട്. അപ്പം അതിനൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല, വഴിതിരിച്ചു വിട്ടിട്ടില്ല, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്നു ഒരു ഭാഗത്ത് കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഈ റോഡ്, അത് കഴിഞ്ഞ് മറുഭാഗത്ത് എന്താണ്, ഫെലിക്സ് നൽകുന്ന ഭാഗത്ത് എന്താണുള്ളത്? ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ, അതായത് ഇവിടെയും മണ്ണ് കുറേയധികം ഇടിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ്. ആ ഭാഗത്തോട്ട് ചെന്നാലാണ് വീടുകൾ. അപ്പോൾ ഈ മണ്ണൊക്കെ ഇവിടെ നിന്നും ഇടിച്ചിറങ്ങി വന്ന് ഇതുവഴി ആ വീടുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ വീടുകളിലേക്ക് എത്തുമ്പോൾ അത് ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആശങ്കയാണ്. കാരണം ഈ മണ്ണ് ഇനിയും ഓരോ നിമിഷവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണൊക്കെ തന്നെ ഈ വീടുകളിലേക്ക്, താഴെ വീടുകളിലേക്ക് എത്തും. അതുതന്നെയാണ് വലിയ ആശങ്കയായി മാറുന്നത്. ഇവിടെ പഞ്ചായത്തിൻ്റെ ആളുകൾ നേരത്തെ കല്യാശ്ശേരി MLA, ഇത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്, അതായത് MP ഗോവിന്ദൻ്റെ മണ്ഡലമാണ്. അതേസമയം നേരത്തെ തൊട്ടപ്പുറത്തുള്ള കല്യാശ്ശേരി മണ്ഡലത്തിലെ MLA M വിജിൻ ഇവിടെ എത്തി കളക്ടറെയൊക്കെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ കളക്ടർ ഇവിടെ എത്തില്ല. പക്ഷേ എത്രയും വേഗം അടിയന്തര പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഫെലിക്സ്, ഇങ്ങനെ ആവർത്തിച്ച് ഇപ്പം മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആരും അവിടെ, ഇപ്പം എനിക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല, ആരും ഇല്ല അവിടെ. ഇപ്പം ഈ ഗതാഗതമൊക്കെ ഒന്ന് നോക്കാൻ, അതിനൊന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണ്ടേ അവിടെ? തീർച്ചയായിട്ടും അതുതന്നെയാണ് കൃത്യമായ ഇടപെടൽ
വേണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഒരേ തരത്തിൽ. കാരണം ഇനിയും ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാ. പരിയാരം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമുക്കിപ്പം ചേരുന്നുണ്ട്. മാഡം, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാനാണ് കഴിയുക? ഇപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഒരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ ഇവിടെ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഇന്നലെ പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ എക്സ്പേർട്ട് അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തിയിരിക്കും. അപ്പോൾ അതിന് ഉചിതമായ നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടിയാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അവർ വന്ന് അവരെന്നാന്നോ അവരെ എഞ്ചിനീയറിംഗ് വിങ്ങൊക്കെ വന്ന് ഇത് എങ്ങനെ അതിൻ്റെ സാഹചര്യം ഇല്ലാതാക്കും എന്ന് നമ്മൾ ആലോചിച്ചതിന് ശേഷം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രശ്നം ഇവിടുത്തെ മണ്ണ്, ഇപ്പോൾ ഇടിഞ്ഞു വീണ മണ്ണുമുണ്ട്, ഇതൊക്കെ താഴെ വീടുകളിലേക്ക് കുത്തി ഒലിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അതൊരു പരിഹരിക്കേണ്ടതല്ലേ? ആ പരിഹാരത്തിനാണ് അവർ വരുന്നത്. ഇന്നലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നലെ വെള്ളം താഴെ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമായിരുന്നു. അതിരൂക്ഷമായി തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ നമ്മളവിടെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് RDO അടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജില്ലാ കളക്ടർ അടക്കം മീറ്റിംഗ് ചേർന്നുകൊണ്ടാണ് അവരുടെ എക്സ്പേർട്ട്, NHAയിലെ എക്സ്പേർട്ട്, അതുപോലെ തന്നെ മേഖല ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ എത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പ് പറയുന്നത്.